അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള ഓരോ പാരൻസിൻ്റെയും കൺസേൺ ആണ്. ഇവർ നേരെ പഠിക്കുന്നില്ല, അവരെ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് ഒരു യുദ്ധമാണ്, എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല, എല്ലാ ദേഷ്യവും ഫ്രസ്ട്രേഷനൊക്കെ മക്കളുടെ അടുത്ത് തീർത്ത് പോകുന്നു. അങ്ങനെ കുറേ കൺസേൺസ് വരാറുണ്ട്. ഇത് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുമെന്നുള്ളത് ഒട്ടുമിക്ക വീഡിയോൻ്റെ താഴെയും ഒരുപാട് കുട്ടികളും ചോദിക്കുന്നുണ്ട് കേട്ടോ. പഠിക്കുമ്പോൾ തലയിൽ നിൽക്കുന്നില്ല, എന്താ ചെയ്യുക, പഠിത്തം ഒരു ഭാരമായിട്ട് തോന്നണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കൺസേൺ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഇന്നത്തേത് കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു 4-5 പോയിന്റാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ളൊരു ധാരണ പാരൻസിനുണ്ടാവണം, കുട്ടികൾക്കുണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുന്നത് എന്നുള്ള ധാരണ ഉണ്ടാവണം. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടി പഠിക്കുന്നത് എന്നുള്ള ധാരണ ഉണ്ടാവണം. നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് അള്ളാഹ് നിങ്ങളെ ഏൽപ്പിച്ച് തന്നിട്ടുള്ള, അതായത് നമ്മുടെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച് തന്നിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്, ജസ്റ്റ് ഒരു അമാന ആണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവും, എൻ്റെ കുട്ടി എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്നുള്ളതൊക്കെ. അത് നിങ്ങളുടെ മാത്രം പ്ലാനാണ്. ആ കുട്ടിയുടെ ഫെയ്ത്ത് എന്താണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആഗ്രഹം എന്താണ്, ആ കുട്ടിയുടെ കഴിവ് എന്താണ്, അതിനനുസരിച്ചിട്ടായിരിക്കും ആ കുട്ടി ആവുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് 1-ാം ക്ലാസ് മുതൽക്ക് തന്നെ എൻ്റെ കുട്ടിക്ക് ഫുൾ A+ വേണമെന്നായിരിക്കും. ചിലപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ, അതായത് പഠന വൈകല്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കത് പ്രോപ്പറായിട്ട് പഠിക്കാനോ ഈ ഫുൾ A+ ഗെയിൻ ചെയ്യാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല. ഒട്ടുമിക്ക ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കും മറ്റു പല കഴിവുകളും ഉണ്ട് താനും. പക്ഷേ ഒരു പാരൻ്റ് എന്നുള്ള നിലക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ആയിരിക്കില്ല, നിങ്ങളുടെ ചുറ്റോടുള്ള ആൾക്കാരായിരിക്കും കമ്പയർ ചെയ്യുന്നുണ്ടാവും. അതായത് ഈ ചേച്ചിയുടെ മക്കൾ, അനിയത്തിയുടെ മക്കൾ, ഇളയച്ചിയുടെ മക്കൾ, മൂത്തച്ചിയുടെ മക്കളൊക്കെ ഫുൾ A+ വാങ്ങിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല മാർക്കില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റോടുള്ള ആൾക്കാർ തന്നെ ആ കുട്ടി ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് എന്നുള്ളൊരു രീതിയിലോട്ട് വിലയിരുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുണ്ടാവരുത്. ആക്ച്വലി നമ്മൾ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് അറിവുണ്ടാവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അവർ കുറേശ്ശെ ആണെങ്കിലും ആ ഒരു അറിവ് അവർക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. കാരണം 10-ാം ക്ലാസ് വരെയൊക്കെ നമ്മുടെ മക്കൾ പഠിക്കുന്നത് എല്ലാ വിഷയവും ഒരുമിച്ചിട്ടാണ്. +1 അങ്ങോട്ട് കയറുന്ന സമയത്ത് ഈ എല്ലാ വിഷയത്തിലും കൂടെ ഇവർ കയറി ബിരുദം എടുക്കാനോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം എടുക്കാനോ ഇവരുടെ കരിയർ എടുക്കാനോ ഒന്നുമില്ല. ഈ 10 വരെ എല്ലാ വിഷയത്തെക്കുറിച്ചിട്ടും ഒരു വിഷയത്തിൽ എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിന് ബേസിക് ധാരണ ഉണ്ടായാൽ മതി. ഫിസിക്സ് എന്തിനാണ് പഠിക്കുന്നത്, കെമിസ്ട്രി എന്തിനാണ് പഠിക്കുന്നത്, ബയോളജി എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ ധാരണ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഇനഫ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കുട്ടികൾ പഠിക്കുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ള ധാരണ നിങ്ങൾക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് പറയാം ഇത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളത്, കുട്ടികളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. അവരെ ഒരിക്കലും ഫോഴ്സ് ചെയ്യാതിരിക്കുക. മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കരുത് നിങ്ങളുടെ കുട്ടികളുടെ ഗോൾ എന്ന് പറയുന്നത്. അവരെന്ത് ആഗ്രഹിക്കുന്നോ അതായിരിക്കണം. സാമാന്യം നല്ല കോൾഡും ശ്വാസമുട്ടലും ഉണ്ട്, അവിടെ കട്ടാവും കേട്ടോ വോയിസ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാന്നാണ്. നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുതിലേ തന്നെ കുട്ടികളെ ആക്രമിച്ച് പഠിപ്പിക്കുന്ന ഒരു രീതി ഒഴിവാക്കുക. അവർക്ക് ആവശ്യമില്ലാത്ത പ്രഷർ കൊടുക്കാതിരിക്കുക. കാരണം മക്കൾ എന്തൊരു കാര്യം പഠിക്കുകയാണെങ്കിലും ഇന്ന് പഠിക്കുന്ന കാര്യം നാളത്തേക്ക് അവർക്ക് ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ അവരുടെ തെളിഞ്ഞ മനസ്സിലോട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ ഓർത്ത് വെക്കാനോ പറയുകയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നോ? ഇല്ല അല്ലേ? നിങ്ങളുടെ മനസ്സ് വേദനിച്ച് നിൽക്കുന്ന ഒരു സാധനമായിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുക. അതേപോലെ തന്നെയാണ് നമ്മൾ പാരൻസ് കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് വടിയെടുത്തിട്ടും തല്ലിയിട്ടും കുത്തിയിട്ടും അല്ലെങ്കിൽ അവരെ മുഴുവൻ പീഡിപ്പിച്ചിട്ടും ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്കത് അവരുടെ തലയിലോട്ട് കയറില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ കുട്ടികളിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അവർ ജനറേഷൻ മാറി. നമ്മൾ ഈ തല്ലുകൊണ്ട് പഠിച്ച് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന കുറേ സാധനങ്ങൾ നമുക്ക് എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇവരങ്ങനെയല്ല, ഇവർ പ്രാക്ടിക്കൽ ലേണിങ്ങിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച ഒരു സിസ്റ്റത്തിലോട്ട് നമ്മുടെ മക്കളെ വലിച്ചിടുന്നതിന് പകരം നമ്മളെക്കാൾ ബുദ്ധിയും വിവേകവും ഒക്കെയുള്ള ഒരു ജനറേഷനാണ് ഇവർ. അപ്പോൾ ഇവരുടെ സിസ്റ്റത്തിലോട്ട് നമ്മൾ അഡാപ്റ്റ് ആവുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പഠിക്കുന്നത് എന്താണെന്ന് അവരെ അറിയിച്ച് പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക കുട്ടികളുടെ കൂടെ. ഇനി നിങ്ങൾക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗോൾസ് എന്താണെന്ന് ചോദിക്കുക. അതായത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ സ്കൂളിലോട്ട് പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു സിസ്റ്റം മാറ്റിയിട്ട് നിങ്ങൾ നല്ല വ്യക്തികളാവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കുറേ പേരൻസ് അത് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പ്രശ്നം ഇപ്പോഴത്തെ റാഗിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. കാരണം അവർ സ്കൂളിൽ പോകുന്നത് ഇവർക്ക് മൊറാലിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനോട് വേണ്ടുന്ന സഹാനുഭൂതി അല്ലെങ്കിൽ ദയ, കാരുണ്യം ഇതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നീ നന്നായിട്ട് ഫുൾ A+ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും നീ നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് ബേസിക് നീഡ്. സ്കൂളിൽ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഇടപഴകാൻ വേണ്ടി നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നതിൻ്റെ ബേസിക്
ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് അറിയാൻ പറ്റും. ഇവരൊരു 10ാം ക്ലാസ് പ്ലസ് വണ്ണൊക്കെ എത്തുമ്പോഴേക്കും ഇവർക്ക് അറിയാൻ പറ്റും ഇവർ ഏതാണ് ഇഷ്ടപ്പെടുന്ന ഫീൽഡ് എന്നുള്ളത്. പിന്നെ ഇവർക്കൊരു ബേസിക് നോളജ്, അതായത് എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫ്യൂച്ചർ അങ്ങോട്ട് വേണ്ടുന്ന എല്ലാം പഠിക്കാൻ ഇവരുടെ വിരൽ തുമ്പിൽ അവസരങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡിഗ്രി, PG, PhD, അത് ഏത് വേണമെങ്കിലും ഏത് കോഴ്സ് വേണമെങ്കിലും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാനുള്ള അത്രയും ഫെസിലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കളെ വെറുതെ അനാവശ്യമായിട്ട് ഫോഴ്സ് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ പോയിൻ്റാണ് മക്കൾക്ക് ഗിഫ്റ്റ്സ് കൊടുക്കുക എന്നുള്ളത്. അവരെ ഒരു പ്രഷർ കുക്കറിൽ ഇടുന്നതിന് പകരം അവരെ സന്തോഷിപ്പിക്കുക. ഇവർ ചെറിയ തോതിൽ ഏൺ ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഫുൾ A+ പ്രതീക്ഷിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് ഒരു വിഷയത്തിൽ മാത്രമേ A+ കിട്ടിയതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുക. ആൻഡ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും പാരൻസ് പറയുന്ന ഒരു കാര്യമാണ്, നീ ഇത് ഏൺ ചെയ്തത് കൊണ്ട് നിനക്ക് ഗിഫ്റ്റ് എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നീ ഇത് ഏൺ ചെയ്തില്ലായിരുന്നു എങ്കിൽ പോലും നിന്നെ സന്തോഷിപ്പിക്കാൻ മറ്റു അവസരങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തുമായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ മക്കളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹമാവരുത് ഗിഫ്റ്റ് ഒരു സമ്മാനമാണ് എന്നുള്ളത് അവർക്ക് ബോധം ഉണ്ടാവണം. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കൾ ആഗ്രഹിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. നീ A+ വാങ്ങിയാൽ നിനക്ക് ഞാൻ ഗിഫ്റ്റ് വരും എന്നുള്ളതല്ല, നിൻ്റെ സക്സസ്സിൽ ഞാൻ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു ഗിഫ്റ്റിൻ്റെ മീനിങ് എന്നുള്ളത് നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ആൻഡ് നിങ്ങൾ ഓരോ ചെറിയ സമ്മാനത്തിൻ്റെയും വാല്യൂ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ പാരൻസ് ആണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്തുന്ന സമയത്ത് പല പ്രഷറിലായിരിക്കും പോയിരിക്കുന്നുണ്ടാവുക. പലപ്പോഴും ഇപ്പോഴത്തെ ടീച്ചേഴ്സും കൂടെ ആ ഒരു അവസ്ഥ ഇതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പോയിരിക്കുന്നത് പല പ്രഷറിലാണ്. വീട്ടിലെ പ്രശ്നം, ഹസ്ബൻഡിനോടുള്ള വഴക്ക്, നമ്മുടെ കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കാത്തത്, നമ്മുടെ കുട്ടികളുടെ മാർക്കിൻ്റെ പ്രശ്നം, ഇങ്ങനെ കുറേ കാരണങ്ങളുകൊണ്ടാണ് ടീച്ചേഴ്സ് പോയിരിക്കുന്നുണ്ടാവുക. നേരെ തിരിച്ച് ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മമാരാണെന്നുണ്ടെങ്കിൽ, അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവരും അടുക്കളപ്പണി അല്ലെങ്കിൽ പുറത്തത്തെ ജോലി, ഹസ്ബൻഡിൻ്റെ പ്രഷർ, വീട്ടിലെ അമ്മായിയമ്മമാരുടെ, നാത്തൂന്മാരുടെ പ്രഷർ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പോയിരിക്കുക. ഈ ഒരു സാധനം മൊത്തം തീർക്കുന്ന വേസ്റ്റ് ബിൻ ആവരുത് നിങ്ങളുടെ മക്കളെന്ന് പറയുന്നത്. നമ്മളെല്ലാ വേസ്റ്റും, നമ്മുടെ മനസ്സിൻ്റെ മുഴുവൻ മാലിന്യം കൊണ്ട് മക്കളെ താഴ്ത്തുന്ന, അല്ലെങ്കിൽ അവരിയ്ക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ അവരെ തല്ലിയും പീഡിപ്പിച്ചും ഒക്കെ തീർക്കുന്ന, നമ്മുടെ ദുഷിപ്പിന് നമ്മുടെ മക്കളിലോട്ട് ഡംപ് ചെയ്യുന്നൊരു പരിപാടി പഠിപ്പിക്കാൻ ഇരുത്തുക എന്നുള്ളതിൻ്റെ പേരിൽ ഉണ്ടാവരുത്. നിങ്ങൾ തന്നെ ഒരു പേപ്പറും പെന്നും വെച്ചിട്ട് ഇരിക്കുക. എന്നിട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളിലുണ്ടാവുന്ന നെഗറ്റീവ് എമോഷൻസ് എഴുതി വയ്ക്കുക. അതിന് മാത്രമല്ല, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഗാഡ്ജറ്റ്സ് മാറ്റി വയ്ക്കുക. അത് മൊബൈലാണെങ്കിലും TV ആണെങ്കിലും അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി വയ്ക്കുക. പിന്നെ കുട്ടികൾക്ക് TV അല്ലെങ്കിൽ മൊബൈലൊക്കെ കൊടുക്കുന്നത് ബ്രെയിൻ ഫോമിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളൊരു കാര്യം ചെയ്യുക, മക്കളെ അത് കൊടുക്കാതെ പകരം മക്കൾക്ക് ഇത് നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് പോലെ ഒരു ലിമിറ്റാക്കി മാത്രം അവർക്ക് സ്ക്രീൻ ടൈം കൊടുക്കുക. മാക്സിമം ഒരു 1 ഹവറിൻ്റെ മേലെ ഒരു കുട്ടീനെ നിങ്ങൾ TV കാണിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ കാണിപ്പിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ക്ലോസ് ഡിസ്റ്റൻസിൽ വരുന്ന ഫോണൊക്കെ കുട്ടികൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഗ്ലെയറെങ്കിലും മക്കളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ആൻറ്റി ഗ്ലെയർ ഗ്ലാസ് ആണ് കേട്ടോ. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ കണ്ണട ഷോപ്പിൽ നിന്ന് കിട്ടും, അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ തീരെ ഇല്ലാത്തൊരു സാധനമാണ് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഈ A+ൻ്റെ പിന്നാലെ ഓടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ മദ്രസയിൽ പോകുന്നു, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ, ഇപ്പോൾ മുസ്ലിം കുട്ടികളാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് ടൈം എടുക്കുന്നു, എന്നിട്ട് അവർ എഴുന്നേൽക്കുന്നു. ആ ടൈമിൽ അവരെ ഇരുത്തി പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്കൂളിൽ പോകുന്നു, സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂഷന് പോകുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റെസ്റ്റ് എടുക്കുന്നു. ആകെയുള്ള ഒരു സൺഡേസിൽ പോലും പലപ്പോഴും വിരുന്നുകളായിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നല്ലാതെ കുട്ടികൾക്ക് യാതൊരുവിധ ഫിസിക്കൽ ആക്ടിവിറ്റീസും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെ അവരുടെ ബ്രെയിനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, അവർക്ക് കറക്റ്റ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അവർ ഗാഡ്ജറ്റ്സിൽ കുരുങ്ങി പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 1/2 അവർ അല്ലെങ്കിൽ ഒരു 1 ഹവറെങ്കിലും കളിക്കാൻ വേണ്ടി ടൈം ഒതുക്കി കൊടുക്കുക. അവർ മണ്ണിൽ കളിച്ചോട്ടെ, അവരുടെ മേത്ത് ചളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ വെള്ളത്തിൽ കളിച്ചോട്ടെ, ചെറിയ വെള്ളത്തിൽ അപകടമില്ലാത്ത രീതിയിൽ കളിച്ചോട്ടെ, അവർ നനഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. മഴ പെയ്യുന്നുണ്ടെങ്കിൽ മഴ നനഞ്ഞോട്ടെ. മഴ കൊണ്ടതിൻ്റെ പേരിൽ മാത്രം ആർക്കും പനി വരില്ല. സർമാർ പറയുന്നത് പോലെ മഴ പെയ്ത് നേരിട്ട് ശുദ്ധമായ മഴ തലയിൽ വീഴുന്ന സമയത്ത് വരാത്ത പനി ആ മഴവെള്ളം ഒലിച്ച് കിണറിൽ വീണ് ആ കിണറിൽ നിന്ന് മുക്കി, അതിൽ കണ്ട മാലിന്യത്തിലൂടെയൊക്കെ ഒലിച്ച് പോയി അത് കിണറിൽ വീണ് ആ കിണറിൽ നിന്ന് മുക്കിയിട്ട് നമ്മൾ കുളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആറ്റിലും പുഴയിലൊക്കെ പോയിട്ട് നമ്മളങ്ങനെ കുളിക്കുന്നുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രോബ്ലം ഒന്നും നമ്മുടെ നേരിട്ട് തലയിൽ വീണാൽ വരില്ല. ഇവരേനെ നമ്മൾ നമ്മുടെ നേച്ചറായിട്ട് എക്സ്പോസ് ചെയ്യുക, അതേപോലെ കളിക്കാൻ അനുവദിക്കുക കുട്ടികളെ. അപ്പോൾ ഇവർ ഫിസിക്കൽ എക്സസൈസ് കിട്ടുന്ന സമയത്ത് അവർ മെൻ്റലി ഓക്കെ ആയിരിക്കും. ഈ മെൻ്റലി ഓക്കെ ആവുന്ന സമയത്ത് അവർക്ക് പഠിക്കാനുള്ള താല്പര്യവും കൂടും. അതേപോലെ തന്നെ അവർ നല്ല രീതിയിൽ പഠിപ്പിക്കുക, പഠിത്തത്തിൽ
പുസ്തകത്തോട് ഒരു ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വലിയ എസ്സേ അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും, അവർക്ക് നിങ്ങളുടെ ചുമര് വൃത്തികേടാക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. നിങ്ങൾ അവർക്കൊരു സ്റ്റഡി ബോർഡ് ഉണ്ടാക്കി കൊടുക്കുക, അതിനകത്ത് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ സ്റ്റിക്ക് നോട്ട്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ് അല്ലെങ്കിൽ സ്റ്റിക്ക് നോട്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതി വെപ്പിക്കാം. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെയൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇവർ നോക്കുന്ന സ്ഥലത്ത് അവർക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പലപ്പോഴും പാരൻസിന് കൂടെ ഇരുന്ന്, ഇപ്പോൾ വർക്കിംഗ് വുമൻസ് ഒക്കെ ആണെങ്കിൽ കൂടെ ഇരുന്ന് പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വളരെ രസകരമായിട്ടുള്ള സ്റ്റോറി ബുക്സ് അല്ലെങ്കിൽ വായിക്കാൻ റീഡിങ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, പെട്ടെന്ന് സ്പീഡിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ പല ആവർത്തി നിങ്ങൾ വായിച്ചു കൊടുക്കുക. എന്നിട്ട് അവരെ എന്താ പറയുക, അവരെ ഒറ്റയ്ക്ക് വായിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റീഡിങ് ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക. സ്റ്റോറി ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ കുട്ടികൾ ഇത് വായിക്കും. പിന്നെ കളറിംഗ് ബുക്സ് ഒക്കെ ലെറ്റേഴ്സ് വെച്ച് വാങ്ങിച്ചു കൊടുക്കുക. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എ ബി എന്നുള്ളത് എഴുതിയത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുകയില്ല. അല്ലെങ്കിൽ എത്ര തവണ പറഞ്ഞു കൊടുത്താലും ഇപ്പോൾ എ പറഞ്ഞ് ബി പഠിപ്പിച്ച് സി വരുമ്പോഴേക്കും പിന്നെ എ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്സ് വാങ്ങിക്കാൻ കിട്ടും, എ ബിയുടെയൊക്കെ ബ്ലോക്സ്. അപ്പോൾ ആ ബ്ലോക്സ് വാങ്ങിച്ച് കുട്ടികളെ കൊണ്ട് കണ്ണടപ്പിച്ച് അത് ടച്ച് ചെയ്യിപ്പിച്ച് നോക്കുക. അപ്പോൾ ഇതൊന്നും വർക്കിംഗ് വുമൺ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ട്യൂഷനോ കാര്യങ്ങളോ നിങ്ങളുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ സ്റ്റഡീസിന് നമ്മൾ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി ഇതൊന്നും നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറോട് നിങ്ങൾ പറയുക, ടീച്ചർ എനിക്ക് വേണ്ടത്ര കെയർ കൊടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്, സോ എൻ്റെ കുട്ടീനെ നിങ്ങളൊന്ന് സ്പെഷ്യലായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യണേ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ടീച്ചേഴ്സും അതിന് വില്ലിങ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ അവർ കുറച്ചും കൂടെ ഒരു എഫേർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. മോസ്റ്റ്ലി നിങ്ങളുടെ കുട്ടികൾക്ക് വേറെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവും, അത് നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്താണ് എൻ്റെ കുട്ടിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. മേ ബി അത് ഡ്രോയിങ് ആവാം, ചിലപ്പോൾ സിംഗിങ് ആവാം, ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ആ കഴിവിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നീ വായാടിയാണ്, നീ മിണ്ടല്ലേ, നീ വാ തുറക്കല്ലേ, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയുന്നതിന് പകരം നല്ല കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. നല്ല നല്ല പ്രഭാഷണങ്ങൾ അവരുടെ കയ്യിൽ കൊടുക്കുക. അവരെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യിക്കുക. മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അങ്ങനെ അവരെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യിക്കുക. അതുപോലെ തന്നെ ഒരു ഫാമിലി മീറ്റപ്പ് അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക ഒരു ടോപ്പിക്കിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് പബ്ലിക് സ്പീക്കേഴ്സ് ആവാനോ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആവാനോ ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അല്ലെങ്കിൽ ലോയർ ആവാനോ അങ്ങനെ അവരുടെ ടീച്ചർ ആവാനോ ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ചിലവർക്ക് വരയ്ക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അവർ വരച്ച ഡ്രോയിങ്സ് ഒക്കെ വല്ല ഫാമിലി മീറ്റപ്പിലോ മറ്റുള്ളവരും നിങ്ങൾ കാണിക്കുക, ഇത് കണ്ടോ ഇത് എൻ്റെ കുട്ടി വരച്ചതാണ്, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ മക്കളെ മോട്ടിവേറ്റ് ചെയ്യുക. മെയിൻലി നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്തിട്ട് എൻ്റെ കുട്ടി ഒരു മന്ദബുദ്ധിയാണ്, ഇത് പൊട്ടിയാണ്, ഇത് പഠിക്കില്ല, അവർ കണ്ടില്ല അങ്ങനെ ചെയ്യുന്നത്, ഇവർ കണ്ടില്ല ഇങ്ങനെ ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ നമ്മുടെ മക്കളോട് പറയാതിരിക്കുക. അവരെ തനിച്ച് കൊടുത്തിട്ട് നമുക്ക് പറയാം. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ കുട്ടി കണ്ടില്ലേ ഇത് ഇന്ന് നിസ്കരിച്ചു, അല്ലെങ്കിൽ എൻ്റെ കുട്ടി കണ്ടില്ലേ ഇന്ന് ഈ പടം വരച്ചു, എൻ്റെ കുട്ടി കണ്ടില്ലേ ഇന്ന് ഇത്രയും സഹായങ്ങൾ ചെയ്തു, അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ മക്കൾ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആവും, അവർ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും. അവർക്ക് ഓരോ കാര്യങ്ങളിലും എനർജി ഉണ്ടാവും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മക്കളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് A+ലല്ല. അവരെ ഹാപ്പി ആക്കി വെക്കുക. അവർക്ക് ഈ ആളുകളോട് എങ്ങനെ പെരുമാറണം, ഇന്നത്തെ സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് പഠിപ്പിക്കുക. അവരിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി കൂട്ടുക. അവരെ ഹെൽത്തി ആക്കി വെക്കുക. മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള സ്ട്രെങ്ത് കൊടുക്കുക. ഈ പ്രഷർ കുക്കറിലിട്ട് വളർത്തുന്ന കുട്ടികളുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പലപ്പോഴും A+ ഉണ്ടായിരിക്കും. ഒരു ചട്ടക്കൂട്ടിനകത്ത് അവരങ്ങനെ ജീവിച്ച് പോകുമെന്നല്ലാതെ അവർക്കൊരിക്കലും അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ള കഴിവോ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള കഴിവോ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും A+നേക്കാൾ ഉപരി നിങ്ങളുടെ മക്കളുടെ മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, കുഞ്ഞി കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ നിങ്ങളൊരു യാത്ര പോവുകയാണ്, അപ്പോൾ ഒരു ബോർഡ് കണ്ടു, അപ്പോൾ ആ ബോർഡ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക. അപ്പോൾ വായിക്കാനുള്ള അവരുടെ ത്വര കുറച്ച് കൂടുതലായി വരും. അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികളെ നിങ്ങളുടെ ജോലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. ഇപ്പോൾ അടിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക, അതേപോലെ അടിച്ചു വരുന്നതിന് നിങ്ങളൊരു വാക്യത്തിൽ ഈ ചൂലിനൊരു വാക്യത്തിൽ പ്രയോഗിച്ച് ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഓരോ സിറ്റുവേഷനിലും ഇവർ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഇവർ പോലും അറിയാതെ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പ്ലാന്റ്, ലീഫ്, അതുപോലെ റൂട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ബുക്കിലുള്ളത് പഠിപ്പിക്കുന്നതിന് വരെ കുട്ടികളെ കൊണ്ട് പോവുക. എന്നിട്ട് ജസ്റ്റ് ഒരു ചെടി കാണിക്കുക. എന്നിട്ട് ആ ചെടീനെ നിങ്ങൾ ഓരോ പ്ലാന്റ് എവിടെ, ലീഫ് എവിടെ, അതിൻ്റെ സ്റ്റെം എവിടെ, റൂട്ട് എവിടെ, അങ്ങനെ കുട്ടികളത്ത്
ചോദിക്കുക. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. അത് അവരുടെ സ്റ്റഡീസിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, ഓരോ കുട്ടികളുടെയും പഠനശേഷി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. മൂത്ത കുട്ടീനെ വെച്ചിട്ട് താഴെയുള്ള കുട്ടീനെ വെച്ചിട്ട് മൂത്ത കുട്ടീനെ അങ്ങനെയൊന്നും നിങ്ങൾ പ്രഷറൈസ് ചെയ്യാതിരിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെയും കഴിവ് ഡിഫറെൻ്റ് ആണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല ഇവരുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇവർ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം എത്താനും മതി, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ ഡൗൺ ആവാനും മതി. സോ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇന്നത്തെ ദിവസം, അതായത് 10, 15, 20 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾ അച്ചീവ് ചെയ്യേണ്ടുന്ന ഒരു ഗോളിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം നമ്മുടെ കുട്ടികളെ ഉപദ്രവിക്കുന്നതൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി നിങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ മക്കളുടെ ചൈൽഡ്ഹുഡിലെ ഒരു ട്രോമ ഉണ്ടാക്കി കൊടുക്കാനൊന്നും നിൽക്കരുത്. അവർക്ക് വേണ്ടുന്നത് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യാനും അവർക്ക് വേണ്ടുന്ന നിലക്ക് അവർ മുന്നോട്ട് പോകാനും അവരെ സപ്പോർട്ട് ചെയ്യുക. ഇത് ഞാൻ പറയുമ്പോൾ അവളുടെ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ കുട്ടികൾ ജസ്റ്റ് ആവറേജ് പിള്ളേരാണ്. ഐ നെവർ ഫോഴ്സ്. ഞാൻ ഒരിക്കലും എൻ്റെ കുട്ടികളെ ഫോഴ്സ് ചെയ്യാറില്ല. എൻ്റെ അടുത്ത് എൻ്റെ പേരൻസ് അല്ലെങ്കിൽ എൻ്റെ ചുറ്റോടുള്ള ആൾക്കാർ പറയാറുള്ള ഒരു കാര്യമാണ്, നീ ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ടില്ലേ, പിന്നെ നിന്നെ എന്തിനാണ് നിൻ്റെ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുന്നത് എന്നുള്ളത്. ഒരിക്കലും ഞാൻ എൻ്റെ കുട്ടികളെ പഠിക്കുന്നതിൽ നിന്ന് ഡിസ്കറേജ് ചെയ്യാറില്ല, അതേസമയം ഞാൻ എൻകറേജ് ചെയ്യാറുണ്ട്. പക്ഷേ ഐ നെവർ ഫോഴ്സ്. ഞാൻ ഒരിക്കലും എൻ്റെ കുട്ടികളോട് നീ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യാറില്ല. പിന്നെ മെയിനായിട്ട് അവരിയ്ക്കുന്ന സമയത്ത് അവർക്ക് വല്ല ചായയോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ അവർ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവർക്ക് അങ്ങോട്ടേക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ അവർ ഹാഫ് ആൻ അവർ ഇരുന്ന് പഠിച്ചെന്നുണ്ടെങ്കിൽ ഹാഫ് ആൻ അവർ പഠിച്ചൂലേ, മാഷാ അല്ലാ നല്ല കുട്ടിയാണ് കേട്ടോ, വേണമെങ്കിൽ ഇത്തിരി ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ TV കണ്ടോ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ TV കണ്ടോ, അങ്ങനെ പറയും. അതല്ലെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് കുറച്ച് നേരം പുറത്ത് പോയി കളിച്ചോ എന്ന് പറയും. മാത്രമല്ല ഒരു 1 അവറിൻ്റെ മേലെ ഞാൻ എൻ്റെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാറില്ല. ഒരു 20 മിനിറ്റ്സ് കഴിയുന്ന സമയത്ത് ഞാൻ അവരുടെ ഒരു ബ്രേക്ക് എടുത്തോളാൻ പറയും. പിന്നെ അവരൊരു 1 അവറൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ നീ പുറത്ത് പോയിട്ട് ഒരു സൈക്കിൾ ചവിട്ടി അല്ലെങ്കിൽ കുട്ടികളെ കൂടെ പോയി കളിച്ചിട്ട് വായെന്ന് പറയും. ഒരു ബ്രേക്ക് ഞാൻ ഓൾവേസ് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ അവർ നല്ലോണം ഇൻവോൾവ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടാക്കും എന്നുള്ളതാണ്. ഇതൊക്കെ അവർക്ക് ചോയ്സ് കൊടുക്കുക, അവർക്ക് മടുക്കുന്ന സമയത്ത് കളിക്കാനായിട്ട് പറഞ്ഞയക്കുക. അപ്പോൾ കുറേ അധികം പോയിന്റ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.